നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായി സദാനന്ദം നവോത്ഥാന ജ്യോതി രഥയാത്ര കേരളത്തിലെ ആദ്യത്തെ ആശ്രമമായ സദാനന്ദപുരം അവധൂത ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് തിരുനാവായിലെത്തി. ആശ്രമം മഠാധിപതിയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന സന്യാസി വര്യന്മാരിൽ ഒരാളുമായ സ്വാമി ചിദാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിലാണ് രഥയാത്ര നടത്തിയത്. തെരുവുനായ കുറുകെ ചാടി ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടു. കൂട്ടായി പാരീസ് റോഡിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രക്കാരായ 4 പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്രാദേശിക ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു. തിരൂർ പ്രകൃതി ഗ്രാമം ഡയറക്ടർ ഡോക്ടർ PA രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തിരൂർ ആസാദ് സിൽക്സ് 10ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ നമ്പർ 1 വിലക്കുറവിൻ്റെ വസ്ത്രോത്സവം 2K26 തുടക്കം കുറിച്ചു. ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ വിലക്കുറവും ഡിസ്കൗണ്ടുമാണ് ഈ ഉത്സവകാലത്ത് ആസാദ് സിൽക്ക് നൽകുന്നത്. കായിക മേഖലയുടെ വികസനത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് P. ഉബൈദുള്ള MLA. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജനറൽ ബോഡി യോഗവും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിൻ്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പാറക്കൽ കിഴക്കേപ്പാറ റോഡിൻ്റെ റീടാറിംഗ് ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിലച്ചിരിക്കാതെയാണ് ചലച്ചിത്ര താരം പത്മശ്രീ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ വന്നത്. വിദ്യാർത്ഥികളുമായി മമ്മൂട്ടി സംസാരിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു. തിരൂർ നഗരസഭ UDF ഭരണസാരഥികളെ ആദരിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കന്മനം പാറക്കൽ എനർജി കെയർ ആൻഡ് പാലിയേറ്റീവ് വിഭവ സമാഹരണാർത്ഥം ഷീ എനർജി സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റ് ജനുവരി 28-ന് എനർജി കെയർ പരിസരത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.